ഭയങ്കര ചൂടായി. റൂമിൽ ഒരു തരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ലേ. ഫാൻ സ്പീഡിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഓഡിയോയ്ക്കകത്തിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓഡിയോയിൽ ഭയങ്കര ഒരു സൗണ്ടാണ്, ഒരു എരപ്പ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഫാൻ ഓഫാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അന്നേരം ഉണ്ടല്ലോ ഇന്നിപ്പോൾ വെയിലായതുകൊണ്ട് ഒരു തരത്തിൽ ഉറക്കം ക്ഷീണമായിക്ക് വന്നു. രാത്രിയിൽ കപ്പ അത്താഴത്തിന് എന്തെന്ന് വെച്ചാൽ ഒത്തിരി നാളായി കപ്പ കഴിച്ചിട്ട്. അപ്പോൾ അന്നേരം കപ്പ ഈ വട്ടത്തിൽ മുറിച്ചിട്ട് പുഴുങ്ങുമല്ലോ, അങ്ങനെ പുഴുങ്ങി നല്ല മുളക് പൊട്ടിച്ചത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചാലിച്ച് അത് കഴിച്ച് 2 കഷ്ണം കഴിച്ചേ. പക്ഷെ അതുകൊണ്ടാണ് ഒരു ക്ഷീണം. അന്ന് നേരത്തെ എന്നും 12-12:30 അത്താഴമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് ഉറക്കം വരുന്നത്. എന്തെങ്കിലും ആട്ടെ, ചെറിയൊരു കണ്ടൻറ്റാണ്. വിഷയം ഹണി റോസ്. വീണ്ടും വന്നിരിക്കുകയാണ് ഹണി റോസിനെ കുറിച്ച് പറയാൻ. നമ്മളിപ്പം സാധാരണ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലേ, സന്ദർഭാനുസരണത്തിൽ. അതായത് നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഏത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള വസ്ത്രധാരണം, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ വസ്ത്രം ധരിക്കുന്ന അവരവരുടെ ഇഷ്ടമാണല്ലേ, അവരവരുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കും. പക്ഷേ അത് മറ്റുള്ളവർ കണ്ടാൽ ഛേ എന്ന് പറയരുത്, അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ സ്ത്രീത്വത്തിന് അപമാനം ഉണ്ടാക്കുന്ന വസ്ത്രധാരണം നടത്താതിരിക്കുക. കാരണം പുരുഷന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീകൾ നടക്കുന്ന രീതിയാണ് പ്രശ്നം. പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ ഡ്രസ്സ് ചെയ്താലും ആർക്കായാലും ചിലപ്പം അങ്ങനെയൊക്കെ ചിലപ്പം വല്ലതൊക്കെ തോന്നും. അതിനകത്ത് പുരുഷന്മാരെ മാത്രം നമ്മൾ കുറ്റപ്പറഞ്ഞിട്ട് കാര്യമില്ല. പീഡനങ്ങളൊക്കെ ഇപ്പോഴാണ് കൂടുതൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി തന്നെ വേണ്ടാത്തവരൊക്കെ പുറത്തേക്ക് കാണിക്കും. അപ്പം അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നാലൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പം നമ്മളിപ്പം പറയാൻ വന്ന വിഷയം അതല്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് അവരവരുടെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. അപ്പോൾ കാണാൻ കണ്ണിനിമ്പമുള്ള, അതുപോലെ തന്നെ യോജിച്ച വസ്ത്രങ്ങൾ ധരിക്കുക. അതായത് ആഘോഷങ്ങളാണെങ്കിൽ അതിന് തക്കവണ്ണം, ഏത് ആഘോഷമാണോ വിവാഹമാണെങ്കിൽ അങ്ങനെ അതിന് യോജിച്ച വസ്ത്രം ധരിക്കുക അല്ലേ. അപ്പോൾ ഈയിടെ ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് പോയി. ഹണി റോസ് ഏത് വസ്ത്രം ധരിച്ചാലും ഇവിടെ ആർക്കാണ് നഷ്ടം? അവരൊരു ഇഷ്ടമല്ലേ വസ്ത്രം ധരിക്കുന്നത്, അതിനെന്താ കുഴപ്പം? കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ ഹണി റോസിനെ ന്യായീകരിക്കുകയായിരുന്നു. കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വർണ്ണക്കട ഉദ്ഘാടനത്തിൽ പോയപ്പോൾ ബോബി ചെമ്മണ്ണൂർ കുന്തി ദേവിയെ ഉപമിച്ചു ഹണി റോസുമായിട്ട്. ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും സംസാരിക്കേണ്ട സ്ത്രീയെക്കുറിച്ച് പറയാൻ പാടില്ല. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഹണി റോസിനെ കുറ്റം പറയാനല്ല ഞാൻ വന്നത്. കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ഒരു അഭിപ്രായം പറയട്ടെ. ഹണി റോസ് ഈയിടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ പട്ടുപാവാടയും ബ്ലൗസ് കിട്ടും. പട്ടുപാവാടയും ബ്ലൗസ് കിട്ടാൻ അതിനെന്താ ഇത്ര കുറ്റം പറയാൻ? അതിനെന്താ ഇത്ര കുറ്റം? പട്ടുപാവാടയും ബ്ലൗസും നല്ലതല്ലേ? നല്ലതാണ്. അത് നന്നായിട്ട് തയ്ച്ചൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ് പട്ടുപാവാടയും ബ്ലൗസും. ഹാഫ് സാരി ആണെങ്കിൽ അതിലും ഭംഗിയാണ്. കാരണം നാടൻ വേഷങ്ങൾ, അതായത് നമ്മുടെ കേരളത്തനിമയുള്ള വേഷങ്ങൾ, അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചാൽ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഹാഫ് സാരി ഞാൻ ഹാഫ് സാരി ഇട്ടിട്ടുണ്ട്, പട്ടുപാവാട ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ആ ഭംഗി എന്ന് പറഞ്ഞാൽ എത്ര മോഡൽ ഡ്രസ്സ് ഇട്ടാലും കിട്ടില്ല. അതിപ്പോഴും ആ ഗ്രാമീണ ഭംഗി, അതായത് ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി, അതല്ലെങ്കിൽ കേരള തനിമ എന്നറിയപ്പെടുന്നത് ഹാഫ് സാരി, പട്ടുപാവാട ബ്ലൗസ്, ഇതൊക്കെയാണ്. നമ്മുടെ കേരളീയരുടെ ഒരു നല്ല വസ്ത്രധാരണമാണത്. കേരളീയത എടുത്തറിയിക്കുന്ന വസ്ത്രധാരണം. അപ്പോൾ അതത്ര മോശമുള്ള വസ്ത്രധാരണമല്ല ഹാഫ് സാരിയും പട്ടുപാവാടയും ബ്ലൗസും. അപ്പോൾ ഹണി റോസ് പട്ടുപാവാടയും ബ്ലൗസ് ഇട്ടാനാണോ ഇത്രയും കുറ്റം പറയുന്നതെന്ന് ചോദിക്കും. അല്ല, പട്ടുപാവാടയും ബ്ലൗസ് കിട്ടതല്ല, അത് എങ്ങനെ ഇട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ അല്ലല്ലോ ഇടേണ്ടതാണ് എന്നാണ് ചോദ്യം. എങ്ങനെ? ഒരു പട്ടുപാവാടയും ബ്ലൗസ് ഇട്ട് വന്നു, ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. ബ്ലൗസ് എങ്ങനെയാണ്? സാരി ബ്ലൗസ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സാരി ബ്ലൗസൊക്കെ അതിൻ്റെ ഹുക്ക് പുറകോട്ടായിരുന്നു. ഇപ്പോൾ സാരി ബ്ലൗസ് ഫ്രണ്ടിലോട്ടും വയ്ക്കും. സാരി ബ്ലൗസിന് ഹുക്ക് ഫ്രണ്ടിലോട്ടും വയ്ക്കും, ബാക്കിലോട്ടും വയ്ക്കും. കൂടുതലും ഫ്രണ്ടിലോട്ടാണ് വയ്ക്കാറ്. അപ്പോൾ ബ്ലൗസ് ഇട്ടുകൊണ്ട് വന്ന് സാധാരണ പാവാടയും
ബ്ലൗസ് കിട്ടാൽ ഒരു ഹാഫ് സാരി കാണും. ഇത് സാധാരണ ഫ്രണ്ടിലോട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ബ്ലൗസ് മാത്രം, പട്ടുപാവാടയും അര ബ്ലൗസ്. അപ്പോൾ അത് ബാക്കി എന്ത് ചെയ്ത് ആവണി എന്ത് ചെയ്യും? അയ്യോ അത് ആരെങ്കിലും വരുന്ന വഴി കൊണ്ടുപോയതായിരിക്കും, അടിച്ചുകൊണ്ട് പോയതായിരിക്കും, വലിച്ചുകൊണ്ട് പോയതായിരിക്കും, ഇങ്ങനെ തുളയിലിട്ടുകൊണ്ട് വന്നപ്പോഴേ ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കും. ആണോ? അല്ല, അങ്ങനെ തന്നെയാണ് വന്നത്. ഒരു പാവാട പട്ടുപാവാട ഇട്ട് അര ബ്ലൗസ് ഇട്ട് ഫ്രണ്ടിലോട്ട് ഓപ്പൺ ചെയ്ത് ഓപ്പണിങ്ങുള്ള ബ്ലൗസൊക്കെ ഹുക്കിട്ട്. പക്ഷെ അത് ശരിക്കും അങ്ങനെ തന്നെ ഒരു വന്നതാണ് കേട്ടോ. ഹാഫ് സാരിയും കൂടി ഇട്ടായിരുന്നില്ല അതിൻ്റേതായ ഒരു ഭംഗി വന്നേനെ. അപ്പം ഹാഫ് സാരിയാണോ? അതുമല്ല. പട്ടുപാവാട ബ്ലൗസുമാണോ? അതുമല്ല. പിന്നെ ഇത് എന്ത് വേഷമായത്? കുറ്റം പറയല്ല കേട്ടോ, കുറ്റം പറയുക അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊരു വേഷം. കാരണം ഇതിപ്പോൾ ഹാഫ് സാരി ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ഫ്രണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങ് കാണൂലല്ലോ ശരിക്കും. ഇത് ഇങ്ങനെ ഹാഫ് സാരി ഇടാതിരുന്നെങ്കിലല്ലേ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത ഭാഗമൊക്കെ ഇങ്ങനെ കാണുള്ളൂ. അപ്പോൾ അതാണ് സംഭവം, പുള്ളിക്കാരി അങ്ങനെ വന്നതിൻ്റെ ഉദ്ദേശം. പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് പരാമർശം ഉണ്ടായി. അപ്പോൾ ഹാഫ് സാരിക്ക് അതിൻ്റേതായ ഭംഗികളിൽ ഹണിറോസ് സുന്ദരിയാണ്, അപ്പം നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അന്നേരം ഈ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ഇട്ട സമയത്ത് തീർച്ചയായിട്ടും നൈസായിട്ടായാലും വേണ്ടില്ല, എന്നാൽ ഹാഫ് സാരി ഇടുകയും വേണം, എന്നാൽ അതിൻ്റെ ശരീരഭംഗി കാണുകയും വേണം. ആ രീതിയിലുള്ള ഒരു ഹാഫ് സാരി ഉപയോഗിക്കാമായിരുന്നു അല്ലേ? ഉപയോഗിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ വീണ്ടും കാണാം. ബായ്.